Hi everyone, this is Abin from eywkaa. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ലേബിളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. ഇതേപോലുള്ള അടിപൊളി കോണ്ടൻറ്റ്സ് നിങ്ങൾ തേടിയെത്തുന്നതായിരിക്കും. തുടക്കം തന്നെ നമുക്ക് അപ്ഡേഷന് സ്റ്റാർട്ട് ചെയ്യാം. അപ്ഡേഷൻ്റെ കാര്യം പറയുമ്പോൾ iOS 18.1 ബീറ്റ 6 ആപ്പിൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് ഡെവലപ്പേഴ്സിന് മാത്രമാണ്, ഡെവലപ്പേഴ്സും അതുപോലെ പബ്ലിക് ബീറ്റ ടെസ്റ്റേഴ്സിനും മാത്രമാണ്. ഈ മാസം 28-ന് നമ്മുടെ iOS 18.1 ഒഫീഷ്യലി റിലീസാവും. ഈ ഒരു അപ്ഡേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും iOS 18.0.1 അപ്ഡേഷൻ വന്നു ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് iOS 18 ഡൗൺഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. ആപ്പിൾ iOS 18 എന്ന് പറഞ്ഞാൽ ആ ഒരു ഫേം വെയർ അല്ലെങ്കിൽ ആ ഒരു അപ്ഡേഷൻ സോഫ്റ്റ്വെയർ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. ആ ഒരു IPSW ഫയൽ നിങ്ങൾക്ക് ഡൗൺഗ്രേഡ് ചെയ്യാനോ എടുക്കാനോ പറ്റില്ല. അത് നിങ്ങൾ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺഗ്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് iOS 18 ഇൻസ്റ്റാൾ ചെയ്യാനോ അതേപോലെ ഡൗൺഗ്രേഡ് ചെയ്യാനോ പറ്റുന്നതല്ല. ഡാൻ റീക്കോ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. നമ്മുടെ ആപ്പിളിൽ 26 കൊല്ലം വരെ വർക്ക് ചെയ്തത് ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ പോകുന്നൊരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തിയുടെ അണ്ടറിലായിരുന്നു വിഷൻ പ്രോ ഫുള്ള് ടീം ഉണ്ടായത്. ഈ ഒരു വ്യക്തി മാറുന്നതുകൊണ്ട് തന്നെ ജോൺ ടയർസ് എന്ന പുതിയതല്ല, ഓൾറെഡി ആപ്പിൾ എക്സിസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയാണ്. പുള്ളിക്കാരൻ്റെ അണ്ടറിലേക്ക് ഈ പറഞ്ഞ വിഷൻ പ്രോ ടീം മാറും. ജോൺ ടയർസ് ഏതെന്ന് പറഞ്ഞാൽ അടുത്ത CEO ആവാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് എല്ലാവരും കണക്കൂട്ടുന്നത് ഈ ഒരു ജോൺ ടയർസിനാണ്. ഈ പുള്ളിക്കാരൻ കുറേയധികം ഇൻ്റർവ്യൂസിനും അതേപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും ടിം കുക്കിന് ശേഷം ഈ പറഞ്ഞ ജോൺ ടയർസ് തന്നെയായിരിക്കും ആപ്പിളിൻ്റെ അടുത്ത CEO എന്ന് പറയുന്നത്. ആൻഡ് വിഷൻ പ്രോൻ്റെ കാര്യം പറയുമ്പോൾ വിഷൻ പ്രോ ഒരു പുതിയ ട്രെയിലർ വിഷൻ പ്രോന് മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെ ഷൂട്ട് ചെയ്തു, അത് എന്തുകൊണ്ട് ഷൂട്ട് ചെയ്തു, എത്ര ഇമേഴ്സീവായിട്ടാണ് ഷൂട്ട് ചെയ്തെന്നുള്ള ഫുൾ ഡീറ്റെയിൽ യൂട്യൂബിൽ പോയിട്ടുണ്ട്. സബ്മർജ് എന്ന് പറയുന്ന ആ ഒരു ട്രെയിലർ 6 മിനിറ്റിൻ്റെ ഒരു BTS ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഫുള്ള് കാണിക്കുന്നുണ്ട്. ഫുൾ വീഡിയോയും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആപ്പിൾ വിഷൻ പ്രോ ക്യാമറ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ്. അതേപോലെ ഷൂട്ട് ചെയ്യുന്നത് ഓസ്കാർ ലെവൽ വിന്നിങ് ഒക്കെ ചെയ്തിരിക്കുന്ന ഡയറക്ടേഴ്സും അതേപോലെ ക്യാമറ ക്രൂവും അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ വെച്ചാണ് ഈ പറയുന്ന വിഷൻ പ്രോൻ്റെ ആ ഒരു ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുന്നത്. അതിലവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇനി സിനിമ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിലിം ഷൂട്ടിങ്ങിനും അല്ലെങ്കിൽ ഫിലിം എക്സ്പീരിയൻസിനും ഏറ്റവും വലിയൊരു പുതിയ തുടക്കമാണ് വിഷൻ പ്രോ എന്ന് പറയുന്നത്. സോ വിഷൻ പ്രോ ഇപ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റില്ല, അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഐഫോൺ ആദ്യം റിലീസ് ചെയ്തപ്പോൾ ബിസിനസ്സുകാരും അതേപോലെ വലിയ വലിയ ആൾക്കാരും മാത്രമാണ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഐഫോൺ ഉണ്ട്. അതേപോലെ വിഷൻ പ്രോ കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാവരും വാങ്ങിച്ച് യൂസ് ടു ആവും. ഡെയിലി ലൈഫിൽ നമ്മുടെ മെറ്റയൊക്കെ റിലീസ് ചെയ്ത സ്പെക്സിൻ്റെ രീതിയിലേക്ക് എന്തായാലും ആപ്പിൾ കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഇമേഴ്സീവായ എക്സ്പീരിയൻസ് ഇനിയും കുറേയധികം എനിക്ക് തോന്നുന്നു ഒരു 4-5 പുതിയ സീരീസും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ഇമേഴ്സീവ് എക്സ്പീരിയൻസ് അല്ല വിഷൻ പ്രോയിൽ കാണാനുള്ള ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. സോ ഇതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്ന ആപ്പിൾ വിഷൻ പ്രോൻ്റെ യൂസേജും അതിൻ്റെ പൊട്ടൻഷ്യലും ആപ്പിൾ ഓരോ കൊല്ലം കൂടുന്തോറും കൂട്ടിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഇങ്ങനെ ഈ ഒരു വിഷൻ പ്രോൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പോൾ വിഷൻ പ്രോ യൂസേഴ്സിന് ഒരു സർവേ വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ബാറ്ററി പെർഫോമൻസ് എത്ര ഓഫറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ ഒരു വിഷൻ പ്രോ യൂസ് ചെയ്തിട്ട് കംഫോർട്ട് ഉണ്ടോ, വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നീ പറഞ്ഞ കുറേയധികം ക്വസ്റ്റ്യനുകളുടെ ഒരു സർവേ ആപ്പിൾ വിഷൻ പ്രോ യൂസേഴ്സിന് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ വിഷൻ പ്രോ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വിഷൻ പ്രോ അവർ ഡെയിലി ലൈഫിൽ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് അവരുടെ ലൈഫിൽ ഈ ഒരു വിഷൻ പ്രോ എത്ര പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ആപ്പിൾ ഈ ഒരു സർവേ നടത്തുന്നത് നമുക്കിട്ട് റിപ്പോർട്ട്. സോ ലിമിറ്റഡായ ആൾക്കാർ മാത്രമാണ് വിഷൻ പ്രോ യൂസ് ചെയ്യുന്നത്. എൻജിനീയേഴ്സ്, അതേപോലെ ഓട്ടോ എന്തൂസിയാസ്റ്റ്, പിന്നെ നമ്മുടെ ഡോക്ടേഴ്സ്, ഈ ആർക്കിടെക്ചേഴ്സ്, ഇങ്ങനെ കുറച്ചധികം വലിയ വലിയ ഡിസൈനേഴ്സ്, ഇങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പോൾ വിഷൻ പ്രോ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. പിന്നെ MKBHD, മിസ്റ്റർ ഹൂസ് ബോസ് അങ്ങനത്തെ കുറേ ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ വെച്ചുകൊണ്ടും ഈ പറയുന്ന ഡിവൈസ് എത്തോളം പൊട്ടൻഷ്യലും അതേപോലെ യൂസേജ് ഉണ്ട് എന്നറിഞ്ഞ് അടുത്തൊരു വട്ടം അവർ ഇതിലും കൂടുതൽ പൊട്ടൻഷ്യലോ അല്ലെങ്കിൽ ഇതിലും കൂടുതൽ നല്ല യൂസേജ് ഉള്ളൊരു പ്രൊഡക്റ്റ് തന്നെ ആപ്പിൾ റിലീസ് ചെയ്യും. അതിനൊക്കെ വേണ്ടി തന്നെയാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം
ഞാൻ പറഞ്ഞപ്പോഴും നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ നമ്മൾ സംസാരിച്ചപ്പോഴും ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ സംസാരിച്ചപ്പോൾ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി ഇപ്പം ഞാനായാലും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആയാലും എങ്ങനെയാണെന്ന് അറിയാം, നമുക്ക് സാലറി കിട്ടുമ്പോൾ നമ്മൾ ഒരു കൊല്ലത്തേക്കുള്ള കാര്യങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്യും. പോട്ടെ ഒരു 6 മാസം അല്ലെങ്കിൽ കാർ എടുക്കണം, ബൈക്ക് എടുക്കണം, പുതിയ ഫോൺ എടുക്കണം, വീടിൻ്റെ ആ കാര്യം ചെയ്യണം, അല്ലെങ്കിൽ വീട് എടുക്കണം, ഇത് നമ്മൾ പ്ലാൻ ചെയ്യും. നമ്മളൊരു വ്യക്തിയാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി ഒരു ഇൻകോർപ്പറേറ്റ് ആണ്, ഒരു ചെറിയൊരു സാധനമല്ല. ഇറ്റ്സ് എ മെഗാ ഫാക്ടറി അല്ലെങ്കിൽ ഒരു മെഗാ കോർപ്പറേഷനാണ് ഈ ആപ്പിൾ എന്ന് പറയുന്നത്. സോ അവരൊരു 5 കൊല്ലം 10 കൊല്ലമുള്ള കാര്യങ്ങൾ ഇപ്പോഴേ അവർ ചിന്തിച്ചിട്ടുണ്ടാവും. ഈ പറഞ്ഞ ക്യാമറ കൺട്രോൾ, iOS 18 എന്തൊക്കെ കൊണ്ടുവരണം, മാക്കിൽ എന്തൊക്കെ കൊണ്ടുവരണം, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അവർ ഓരോ എന്താ പറയുക പരിവ് എത്തുമ്പോൾ അവർ ഇട്ടിട്ട് തന്നെ ഉള്ളൂ. അല്ലാതെ നമ്മൾ കാണുന്ന പോലെ അവർ കോപ്പി അടിച്ചു, ചിലപ്പോൾ സാംസങ് കോപ്പി അടിച്ചു അല്ലെങ്കിൽ ആപ്പിൾ കോപ്പി അടിച്ചു, നമുക്കത് പറയാൻ പറ്റില്ല. പറയാൻ പറ്റും, ഇൻസ്പയർ ആയെന്ന് പറയാൻ പറ്റും. പക്ഷേ അത് കോമൺ സെൻസ് ആണ്. ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മളൊരു സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ നമ്മൾ ചിന്തിക്കും 6 മാസം ഇങ്ങനെ ആ സാധനം നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ അപ്ഗ്രേഡ് ചെയ്യാം, വാച്ച് അപ്ഗ്രേഡ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. സോ ഒരാൾ ഇത്രയും ചിന്തിക്കുമെങ്കിൽ ഒരു കോർപ്പറേറ്റീവ് കമ്പനി അതിനെക്കാട്ടും കൂടുതൽ ചിന്തിക്കും. അത് പറഞ്ഞപ്പോൾ തന്നെയാണ് ഈ പറഞ്ഞ M4 മാക്ബുക്ക് നമ്മുടെ ഒക്ടോബറിൽ അവസാനം റിലീസാവും, അല്ലെങ്കിൽ നവംബർ 1 റിലീസാവും. ഈ പറയുന്ന ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ റിലീസാകാൻ പോകുന്ന M4 മാക്ബുക്ക് റഷ്യൻ യൂട്യൂബേഴ്സ് 2 റഷ്യൻ യൂട്യൂബേഴ്സിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതെങ്ങനെ കിട്ടണമെന്ന് ഒരു പിടുത്തില്ല. മേ ബി ഇത് ഒന്നെങ്കിൽ ആപ്പിൾ സപ്ലൈ ചെയ്യുന്ന വഴി, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ വലിയൊരു സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ സപ്ലൈ ചെയിനിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ തിരിമറിയോ അങ്ങനെ എന്തെങ്കിലും നടന്നാലായിരിക്കും ഈ യൂട്യൂബേഴ്സിന് കിട്ടുക. ഈ എല്ലാ സപ്ലൈ ചെയിനെയും ഡയറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ലീക്സ് റൂമേഴ്സ്, ഞാൻ എൻ്റെ ന്യൂസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന സപ്ലൈ ചെയിനിലെ ആൾക്കാരെ കട്ട് ചെയ്താൽ മാത്രമാണ് ആപ്പിളിൻ്റെ ലീക്സും റൂമേഴ്സും നല്ല രീതിക്ക് കുറക്കാൻ പറ്റുള്ളൂ. ആപ്പിൾ ഇറക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ തന്നെ iPhone 17 Air എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് നമ്മളിപ്പോൾ പറയുന്നുണ്ട്. അങ്ങനത്തെ ലീക്സ് ഒന്നും കിട്ടാതെ അവർക്കൊരു എന്താ പറയുക, ഒരു സർപ്രൈസ് എലമെൻ്റ് എപ്പോഴും ആപ്പിൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് ഒരിക്കലും പോവരുത് എന്ന്, ഒരു മിസ്റ്ററി അത് പോവരുതെന്ന് കരുതി ആപ്പിൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും അങ്ങനെ കുറേ ബയ്യേഴ്സും സെല്ലേഴ്സും കുറേ എന്താ പറയുക കുറേ ആൾക്കാരുണ്ട്, കുറേ ബ്രോക്കേഴ്സ് ഉണ്ട്, കുറേ മിഡിൽ ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ മാക്സിമം നന്നായിട്ട് ഇവർ നോക്കുന്നുണ്ട്. സോ 2 റഷ്യൻ യൂട്യൂബേഴ്സിന് ഇപ്പോൾ M4 മാക്ബുക്കിൻ്റെ ആ ഒരു ബോക്സും ഡിവൈസും കിട്ടിയെന്ന് നമുക്ക് ലീക്സ് കിട്ടും, അല്ലെങ്കിൽ അവർ കാണിക്കുന്നുണ്ട്. ഒറിജിനാണോ അല്ലെങ്കിൽ നമുക്കറിയില്ല, പക്ഷേ അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്, കിട്ടുന്ന ആൾക്കാരുണ്ട്. അവരിപ്പോൾ വീഡിയോസും ഇട്ടിട്ടുണ്ട്. റഷ്യൻ യൂട്യൂബേഴ്സാണ്, വേറൊരു ലാംഗ്വേജിലും ഇത് കിട്ടിയിട്ടുമില്ല. അതേപോലെ വാട്സാപ്പ് ഇപ്പോൾ നമ്മുടെ ഐപാഡിൽ വന്നിട്ടില്ല, ആൻഡ്രോയിഡ് ടാബുകളിലുണ്ട്. ഐപാഡിലേക്ക് ഉടനെ തന്നെ വാട്സാപ്പിൻ്റെ ആപ്ലിക്കേഷൻ വരും. മെറ്റ ഇപ്പോൾ ബെയ്റ്റായിട്ട് ഇത് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ആൾക്കാർ നമ്മുടെ വാട്സാപ്പൊന്നും ബെയ്റ്റായിട്ട് യൂസ് ചെയ്യരുത്, നല്ല ബഗ്ഗായിരിക്കും. നല്ല ബഗ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ അല്ല, ചിലപ്പോൾ ആപ്പ് അങ്ങനെ തന്നെ ക്രാഷായി പോകും. സോ അതൊന്നും എടുത്ത് ബെയ്റ്റ് ഇടരുത്. പക്ഷെ നമുക്ക് ഇപ്പോൾ കിട്ടിയ നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് ഐപാഡിൽ ഈ വാട്സാപ്പിൻ്റെ ബെയ്റ്റ റൺ ചെയ്യുന്നുണ്ട്. ഒരു ആപ്ലിക്കേഷനായിട്ട് മിക്കവാറും ഈ ഒരു കൊല്ലം അവസാനത്തിനുള്ളിൽ തന്നെ നമുക്ക് ലഭിക്കാനും ചാൻസ് ഉണ്ട്. ആൻഡ് ഇപ്പോൾ ഫ്ലോറിഡയിൽ ഭയങ്കര വലിയ എന്താ പറയുക ചുഴലിക്കാറ്റും അങ്ങനത്തെയൊക്കെയാണ്, ഹുറക്കാൻ മിൽട്ടൺ എന്നുള്ള പേരിലാണ് വന്നിരിക്കുന്നത്. ആപ്പിൾ ഈ പറഞ്ഞ പ്രശ്നത്തിൽ വന്ന എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ 100 പേർക്കാണെങ്കിൽ 100 പേരാണെന്ന് അറിയില്ല, പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് വലിയ ഈ പ്രശ്നം വന്ന ആൾക്കാർക്കും ആപ്പിൾ ഡൊണേഷൻ കൊടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റി. സോ അത് നല്ലൊരു കാര്യം തന്നെയാണ്. 3 ട്രില്യണുള്ള കമ്പനിക്ക് കൊടുക്കാൻ പറ്റണമായിരിക്കും, പക്ഷേ അവരത് കൊടുക്കുന്നുണ്ട്. എന്തായാലും നല്ല കാര്യം, അത് കേട്ടപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്പിളിലെ കുറേയധികം പുതിയ കാര്യങ്ങൾ ഇപ്പോൾ ഈ വരുന്ന വർഷങ്ങളിലും അതേപോലെ ഈ വരുന്ന മാസങ്ങളിലും വരുന്നുണ്ട്. iOS 18.1 ആപ്പിൾ ഇൻ്റലിജൻസ് വരുന്നുണ്ട്, M4 മാക്ബുക്ക് വരുന്നുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വേർത്തിട്ടായ സബ്സ്ക്രിപ്ഷൻ തന്നെയായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. സോ എന്തായാലും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും വീഡിയോ ഷെയർ കൊടുക്കുക. ആൻഡ് ഇതേപോലുള്ള പുതിയ കോണ്ടന്റ്സിനായിട്ട് എന്തായാലും ആ ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Abin Xavier signing from eywkaa and have a nice day.